അങ്ങനെ നമ്മൾ പാതിരാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫുഡ് കഴിച്ചിട്ട് ഫുഡ് ഓക്കെ, നമ്മളിപ്പോ ഇങ്ങോട്ടാ പോകുന്നേ. ഇവിടെ ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവൻ ആദ്യമായിട്ടാണ്. സോ നമുക്ക് ലൈറ്റ് തീരെയില്ല. സോ ഇവനെ പറയാത്ത പോലെ. സോ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ നടന്ന് നമ്മളിതാ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡ് കേട്ടോ അവിടെ. അതേപോലെ തന്നെ ഒരു എസ്തറ്റിക് വൈബുള്ള ഒരു കഫേ എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ, നേരായ വഴി ഉണ്ടെങ്കിലും ഇതേപോലെ ഏതെങ്കിലും ഓട് വഴി കൂടെ ഇറങ്ങിയിട്ടാണ് ശീലം. സോ നമ്മൾ അകത്തോട്ട് കയറിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് വേറെയും കുറച്ച് ഫാമിലീസ് വന്നത്. സോ നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. ഫസ്റ്റ് തന്നെ നമ്മൾ സൂപ്പാണ് ഓർഡർ ചെയ്തത്. സൂപ്പ് വന്നു. ഇത് എന്തിനാ ബ്രെഡ് തന്നെയെന്ന് അറിയാം. ഇത് ക്രീമി സാധനമല്ലേ, കുറച്ച് കുടിക്കുമ്പോൾ മടുക്കും. അപ്പോൾ ആ ടേസ്റ്റ് മാറ്റാൻ വേണ്ട കളിക്കുന്നില്ല. നേരത്തെ പറഞ്ഞത് അതെൻ്റെ മാത്രം കണ്ടുപിടുത്തമാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയായിരുന്നു ഇവൻ ഉണ്ടാക്കുന്ന മൊജിറ്റോയിലൊരു രസമാണെന്നുള്ളത് കാര്യം. ദെൻ ഗ്രിൽഡ് എന്തായിരുന്നു അത്, എന്താ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു ബർഗർ പോലത്തെ ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റീക്ക് ഓർഡർ ചെയ്തത്. ഇത് ഞാൻ മുന്നേ ഇവിടെ വന്ന് കഴിച്ചുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഇവൻ ഇങ്ങനത്തെ ടൈപ്പ് ഫുഡൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ദിവസം വരണമെന്ന്. സോ ഞാനിവൻ കഴിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഫസ്റ്റിൽ. അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് ഇങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓഫീസിലത്തെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കഥ പറയുമായിരുന്നു. കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. സോ അത് മാക്സിമം ഞങ്ങൾ അടിച്ച് പൊളിക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ, വേറെയും കുറച്ച് ഫാമിലീസൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഫോട്ടോസൊന്നും വീഡിയോസൊന്നും അങ്ങനെ അധികം എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ബില്ലെല്ലാം കൊടുത്ത് പുറത്തോട്ട് ഇറങ്ങായി. ചന്തു നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആയിരുന്നു. സോ ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് തന്നെ അവന് നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് ഊബറിന് വെയിറ്റ് ചെയ്യായിരുന്നു തിരിച്ച് റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. അന്നേരം ഈ പറഞ്ഞ പോലെ തന്നെ 1-2 പറഞ്ഞ് ഞങ്ങളുടെ വക ചെറിയ അടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ കാക്കനാട് ഈ ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. നല്ല ഫുഡാണ് കേട്ടോ. സോ ബൈ.